യുഡിഎഫിലെ രണ്ടാമത്തെ പ്രധാന കക്ഷിയാണ് മുസ്ലിം ലീഗെന്നും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് മൂന്നാമത്തെ സീറ്റിന് അർഹതയുണ്ടെന്നും എം.കെ. മുനീർ ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിന്റെ അഭിമുഖ പരിപാടിയായ എക്സ്പ്രസ് ഡയലോഗിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മുമ്പും 3 സീറ്റ് ലീഗ് വാങ്ങിയിട്ടുണ്ട്. ലീഗിന് അതിന് അർഹതയുണ്ട്. എവിടെ എന്നല്ല, സീറ്റ് വേണം എന്ന ആവശ്യം ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ചർച്ചയുടെ ഭാഗമായിട്ട് ഇതൊക്കെ വരൂ. സീറ്റ് നൽകുന്നത് സംബന്ധിച്ച് കോൺഗ്രസ് അവരുടെ കാര്യങ്ങൾ പറയുന്നുണ്ട്. എം.കെ. മുനീർ പറഞ്ഞു. മുന്നണിയുടെ തലപ്പത്തിരിക്കുന്ന കക്ഷിയെന്ന നിലയിൽ കോൺഗ്രസ് അവരുടെ തെറ്റുകൾ തിരുത്തണം. കപ്പലിൽ ആര് ദ്വാരമുണ്ടാക്കിയാലും എല്ലാവരും മുങ്ങും. അവർക്ക് ഇനിയും സമയമുണ്ട്. അതിനുള്ളിൽ അവരുടെ ആഭ്യന്തര പ്രശ്നങ്ങൾ തീർക്കണം. എന്നാൽ അതിനകത്ത് കയറി അഭിപ്രായം പറയാൻ ഞങ്ങളില്ല. ഘടകകക്ഷി എന്ന നിലയിലും ഞങ്ങളെ കൂടി ബാധിക്കുമെന്നതിനാലും അവർ പരിഹാരം കണ്ടെത്തണം, മുനീർ പറഞ്ഞു. ന്യൂനപക്ഷങ്ങൾ സമ്മർദ്ദം ചെലുത്തി നേടിയെടുക്കുന്നു എന്ന് പറയുന്നത് മനസ്സിലാകുന്നില്ല. മുസ്ലിം ലീഗ് എന്നത് രാഷ്ട്രീയ സംഘടനയാണ്. 5ാം മന്ത്രി എന്നത് നേരത്തെ ഉള്ളതാണ്. മുമ്പ് 4 മന്ത്രിസ്ഥാനവും ചീഫ് വിപ്പ് സ്ഥാനവും ഉണ്ടായിരുന്നു. എന്നാൽ ചീഫ് വിപ്പ് സ്ഥാനം പിന്നീട് പോയി. ആ നിലയ്ക്ക് നോക്കുകയാണെങ്കിൽ 5 സ്ഥാനങ്ങൾ നേരത്തെയുള്ളതാണ്. പിന്നെ എന്താണ് അധികം ചോദിച്ചു എന്ന് പറയുന്നത്, എം.കെ. മുനീർ ചോദിച്ചു. +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് AR/VR ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം. കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. ന്യൂനപക്ഷങ്ങൾ അർഹതയില്ലാത്തത് പലതും ചോദിച്ചു വാങ്ങുന്നു എന്ന് എ.കെ. ആന്റണി പറയുന്നത് ആരെക്കുറിച്ചാണെന്ന് മനസ്സിലായില്ലെന്നും അത് ലീഗിനെ കുറിച്ചല്ലെന്നും എം.കെ. മുനീർ കൂട്ടിച്ചേർത്തു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് അനുകൂല ഘടകമായി മാറി. പിന്നീടാണ് ഇതിന്റെ മറവിലെല്ലാം ബിസിനസ് നടന്നെന്ന് മനസ്സിലായത്. PPE കിറ്റ്, മാസ്ക് എന്നിവ വാങ്ങുന്നതിലുൾപ്പെടെ അഴിമതി നടന്നു. ഇതൊക്കെ പിന്നീടാണ് പുറത്തുവന്നത്. ഇക്കഴിഞ്ഞ ജനസദസ്സിന്റെ മറവിൽ എന്തൊക്കെ നടന്നുവെന്നും മുനീർ ചോദിച്ചു. പ്രശ്നങ്ങളെല്ലാം പറഞ്ഞു തീർത്തിട്ടുണ്ട്. ഉന്നത നേതാക്കൾ തമ്മിൽ പ്രശ്നങ്ങളൊന്നുമില്ല. സംസ്ഥയെ CPM കൊണ്ടുപോകുന്നൊന്നുമില്ല. ഒരു മതസംഘടനയെ ഒരു ഭരണകൂടം വിളിക്കുന്നതിൽ തെറ്റ് കാണുന്നില്ല. AKG സെന്ററിലേക്കല്ലല്ലോ വിളിച്ചത്. അവരുടെ ആവശ്യങ്ങൾ പറയേണ്ടേ? പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് മുന്നിൽ കൊടുക്കേണ്ട നിവേദനം അവരുടെ മുന്നിൽ തന്നെ കൊടുക്കേണ്ടേ? അതിനെയൊന്നും ലീഗ് സങ്കുചിതമായി കാണുന്നില്ലെന്നും എം.കെ. മുനീർ വ്യക്തമാക്കി. വഖഫ് വിഷയത്തിൽ സമസ്തയെ വിളിച്ചതിന് കുറ്റം പറഞ്ഞിട്ടില്ല. നിയമസഭ പാസാക്കിയൊരു ബില്ലാണ്. അതിന്മേൽ ഉടനീളം ചർച്ച ചെയ്തത് ലീഗാണ്. അത് മുഴുവനായും വിസ്മരിച്ചുകൊണ്ടാണ് ഇടതുപക്ഷം നീങ്ങിയത്. ഇതിനെ രാഷ്ട്രീയമായി കൊണ്ടുപോയതും ഇടതുപക്ഷമാണെന്നും എം.കെ. മുനീർ കൂട്ടിച്ചേർത്തു. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽ സലാമ ഹൈ ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.